Praise the Lord. Greetings to all in the precious name of Lord and Savior Jesus Christ. Gathered here in this meeting. Let's take a few minutes to thank and praise God for this opportunity given. നമുക്ക് ഒരു വാക്കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഷൈനി സിസ്റ്റർ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. പകൽ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാൽ കർത്താവെ, ഹല്ലേലൂയ. ക്രിസ്ത്യൻ മിനിസ്റ്ററുടെ കർത്താവെ, ക്ലാസ്സിനോടനുബന്ധിച്ച് കർത്താവെ, അപ്പാ പകൽക്കാലം കർത്താവെ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ, സൂം മീറ്റിംഗിലൂടെ കർത്താവെ,
കാര്യങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കരം കർത്താവേ സ്തോത്രം കർത്താവേ. ക്ലാസ്സിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ, സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവേ സ്തോത്രം കർത്താവേ. തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ദാസനെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവവചനം കർത്താവെ പഠിപ്പിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ദാസനെ കർത്താവേ അഭിഷേകത്തോടെ കർത്താവെ, ആത്മനിറവോടെ കർത്താവെ, ഹല്ലേലൂയ ശക്തിയോടെ കർത്താവ് പിന്നെയും കർത്താവ് നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെടുന്ന കർത്താവെ തിരുവചനം കർത്താവെ ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ. ആമേൻ കർത്താവെ സ്തോത്രം കർത്താവ്. ഒരുപടി കൂടെ കർത്താവെ ദൈവവചനത്തിൽ വളരുവാൻ കർത്താവെ സ്തോത്രം കർത്താവെ. പഠിക്കുന്ന കാര്യങ്ങൾ കർത്താവെ ഹല്ലേലൂയ അത് ഗ്രഹിപ്പാൻ കർത്താവെ ഞങ്ങളെ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ ആത്മീയ കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ആമേൻ കർത്താവ് വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ ദേവദാസിന്റെ ക്ലാസ്സിലൂടെ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. ദിനംതോറും കർത്താവെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. ആമേൻ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ കർത്താവെ ആമേൻ മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ സ്തോത്രം കർത്താവെ. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. ആമേൻ കർത്താവെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. തിരുവചനം കർത്താവെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. അറിയപ്പെടുന്ന വ്യക്തികളൊന്നും കർത്താവെ ഹല്ലേലൂയ നിഷ്ഫലമായി പോകുവാനല്ല പച്ചാ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. അത് കർത്താവെ സ്തോത്രം കർത്താവ് വചനത്തിന്റെ കർത്താവെ ആഴം കർത്താവിനെ മനസ്സിലാക്കുവാൻ കർത്താവെ സ്തോത്രം കർത്താവ് ദേശത്തിന്മേൽ കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ ഓരോരുത്തരും കർത്താവ് ഫലവത്തായി തീരുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആദിയോടന്തം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ, സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വപച്ചന് ക്രിസ്തുവിനെ ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് ഈരടികളുടെ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒരു അരീഷ മോളെ ഗാന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. Praise the Lord. നീയേ തുണയേശുവേ, നീയേ തുണയേശുവേ, പാഹിമാ പരമ പാവന യേശുവേ, സ്നേഹാദായ നിലയാനാദ, സ്നേഹാദാര നിലയ, സ്നേഹാദാര നിലയ, വിശ്വവിനായക പാവന നീ തുണയേശുവേ. താങ്ങായി തണലായി തെളിയണമേ, കാഴ്ചയായി എന്നിൽ നിറയണമേ. താങ്ങായി തണലായി തെളിയണമേ, കാഴ്ചയായി എന്നിൽ നിറയണമേ. പാരാതെ നിൻ മാർഗേ, പാരാതെ നിൻ മാർഗേ നയിക്കണമേ. നീ തുണയേശുവേ, നീ തുണയേശുവേ, പാഹിമാ പരമ പാവന യേശുവേ, സ്നേഹാദാര നിലയാനാദ, സ്നേഹാദാര നിലയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യാനുണ്ട്. അവര് യഥാസമയം ജോയിൻ ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് ദൈവസ്ഥലായിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൗൺസിലിങ്ങിനെ കുറിച്ച് പഠിപ്പാൻ തക്കോണമിടയായി. ദൈവസഭയിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്
കൗൺസിലിംഗ് എന്നുള്ളത്. എല്ലാ ദൈവദാസന്മാരും കൗൺസിലിംഗ് പഠിച്ചിരിക്കണം. കൗൺസിലിംഗ് നടത്താൻ അവർ പ്രാപ്തരുമായിരിക്കണം. കാരണം അനേക വിഷയങ്ങൾ പല ഭവനങ്ങളിലും ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാനുള്ളതായ കൃപ ദൈവദാസന്മാർ ഗ്രഹിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കൗൺസിലിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഒരു കൗൺസിലി നമ്മുടെ അടുത്ത് വന്നാൽ ആദ്യം ദൃഢമായൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. 2, നമ്മെ സമീപിച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുവാൻ ആകുന്നത്ര ശ്രമിക്കണം. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. ഒരു ഉൾക്കാഴ്ച ലഭിക്കേണ്ടത് ആവശ്യമാണ്. ആ വ്യക്തിയെ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൗൺസിലിംഗ് പ്രയോജനമായി തീരണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തിനെല്ലാം കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം ചില പോയിന്റുകൾ പറഞ്ഞിട്ട് വിശദമായ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. കുറ്റബോധം കൊണ്ട് മാനസികമായ പീഡനം അനുഭവിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ചെയ്തു പോയ തെറ്റു മുഖാന്തരം ആരോടും തുറന്നു പറയാൻ കഴിയാതെ മാനസികമായി ഒരുപാട് സ്ട്രെസ് ഉള്ള പലരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പ്രത്യേകിച്ച് സഭയിലൊക്കെ ഉണ്ടല്ലോ. അവരെ കൗൺസിലിംഗ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. കുട്ടികൾക്ക് അനവധി പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലല്ല. അത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. എല്ലാ കാര്യങ്ങളും പേരൻസ് അറിയണമെന്നില്ല. എന്നാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഗ്രഹിച്ചാൽ അത് ഇന്നപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മാതാപിതാക്കൾക്ക് ഒരു കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. 3, പെരുമാറ്റ വൈകല്യമുള്ളവര്, സ്വഭാവദൂഷ്യമുള്ള വിദ്യാർത്ഥികളൊക്കെ സമൂഹത്തിലുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അതുപോലെ തന്നെ അധ്യാപകർക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ച് കൗൺസിലിംഗ് ആവശ്യമാണ്. മാത്രമല്ല പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹപ്രായമായവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ ചില മുൻകരുതലുകൾ എടുക്കണം. ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ഫാമിലി കൗൺസിലിംഗ്. ഒരു കുടുംബം എന്ന് പറയുന്നത് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അങ്ങനെ പലരും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്നത്. അന്നേരം ഫാമിലി കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ. രോഗികൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. രോഗികളെ പരിചരിക്കുന്നവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ഏകാന്തത അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തുണ്ട്. ഒറ്റപ്പെടൽ, ഏകാന്തത, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. വാർദ്ധക്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പലരുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഓർക്കണം. ഇവർക്കൊക്കെയാണ് കൗൺസിലിംഗ് ആവശ്യമുള്ളത്.
ഇനിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ഓർപ്പിക്കട്ടെ. കൗൺസിലിങ്ങിന് ചില തടസ്സങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്. അത് കൗൺസിൽ ചെയ്യുന്ന കൗൺസിലേഴ്സ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ദൈവദാസന്മാർ അത് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കൗൺസിലിങ്ങിനുള്ള തടസ്സങ്ങൾ? ഈ അസ്ഥാനത്തുള്ള വാക്കുകൾ. നമ്മുടെ അടുക്കൽ ഒരാള് ഒരു ഭാരവുമായി കടന്നു വരുമ്പോൾ അസ്ഥാനത്തുള്ള വാക്കുകളും വാക്കുകളുടെ ഉപയോഗ രീതിയും പ്രതിസന്ധി ഉണ്ടാക്കും. അന്നേരം വളരെ സൂക്ഷ്മതയോട് വേണം ഒരു കൗൺസിലർ കൗൺസിലിയെ സമീപിക്കാൻ. ദൈവാശ്രയത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയമില്ലായ്മ കൗൺസിലിങ്ങിനെ സാരമായി ബാധിക്കും. നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആണ്, ബിബ്ലിക്കൽ കൗൺസിലിംഗ് ആണ്. അന്നേരം ദൈവത്തിലും ദൈവവചനത്തിലുള്ള ആശ്രയമാണ് പ്രശ്നപരിഹാരത്തിന് കാരണമായി തീരുന്നത്. അന്നേരം ദൈവത്തിലുള്ള ആശ്രയം ഇല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് മാറുവാനിടയായിത്തീരും. അടുത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം കൊണ്ട് കൗൺസിലിംഗ് നടത്തുക, ചെറിയ അറിവ് കൊണ്ട്, അത് ചിലപ്പോൾ അപകടകരമായി തീരും. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്കുള്ള ചെറിയ അറിവ് വെച്ച് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചിന്തിക്കല്ലേ. അടുത്തത് ക്രിറ്റിസിസം മുഖാന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ വിമർശനം മൂലമുണ്ടാകുന്ന പ്രതിസന്ധി. കൗൺസിലറുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ വരാം, കൗൺസിലറുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ വരാം. യാതൊരു വിമർശനങ്ങളും നമ്മുടെ കൗൺസിലിങ്ങിനെ ബാധിക്കരുത്. ഈ ലോകത്തിൽ ആരും പെർഫെക്റ്റ് അല്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ലോകം നമുക്ക് ഫുൾ സർട്ടിഫിക്കറ്റ് തരികയില്ല. എല്ലാം തികഞ്ഞിട്ടും എല്ലാവരെയും പ്രസാദിപ്പിച്ചും ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയുകയില്ല. അതാദ്യം നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ നന്മയെ തിന്മ കൊണ്ട് നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി. നമ്മളെപ്പോഴും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മുടെ അടുക്കൽ വരുന്ന മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരാള് ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ആ വ്യക്തിയെ നിസ്സാരമായിട്ട് കാണുകയും ആ വ്യക്തിയെ അവഗണിക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ചില വാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുക. ഒരിക്കലും നമ്മുടെ നല്ല കാര്യങ്ങളെ തിന്മ കൊണ്ട് നേരിടുവാൻ നമുക്ക് ഇടവരരുത്. ഒരു കൗൺസിലർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി, നീ അങ്ങനെ ചെയ്തേ ഒക്കൂ. അങ്ങനെ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വ്യവസ്ഥയില്ല. ചിലപ്പോൾ അത് ദോഷത്തിലേക്ക് വരുവാനിടയായിത്തീരും. നമ്മൾ രണ്ട് ഭാഗവും കേൾക്കണം. രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ രണ്ട് ഭാഗവും കേട്ടിട്ട് നിഷ്പക്ഷമായ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്കൊരു പരിഹാരം പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ
നിരുത്സാഹപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി. ചിലരൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ പറയത്തില്ലേ, നിന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റിയല്ല, നീ പഠിച്ചാൽ ജയിക്കുകയില്ല, അല്ലെങ്കിൽ നിന്റെ കുടുംബജീവിതം സക്സസ് ആകത്തില്ല, നീ ശരിയല്ല. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുക, ഡിസ്കറേജ് ചെയ്യുക. അങ്ങനെയുള്ള പ്രതിസന്ധി കൗൺസിലിങ്ങിനെ തടസ്സങ്ങളെ സൃഷ്ടിക്കുകയുള്ളൂ. പിന്നെ സഹിഷ്ണുതക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. സഹിഷ്ണുതക്കുറവ് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാകും. 10 മണിക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞു, അദ്ദേഹം വരാൻ 10:30 പോയി. കാരണം നമ്മളെ സമീപിക്കുന്നവരെല്ലാവരും പെർഫെക്റ്റ് അല്ലെന്ന് ഓർക്കണം. പ്രതിസന്ധികളിൽ കിടക്കുന്നവരാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. അതുകൊണ്ട് സഹിഷ്ണുത, ക്ഷമ, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് കൗൺസിലിങ്ങിന്. സ്തോത്രം. ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. സ്തോത്രം. എന്തിനെല്ലാം കൗൺസിലിംഗ് കൊടുക്കണം, അതാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചത്. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. കുറ്റബോധം കൊണ്ടുള്ള മാനസിക പീഡനം. നമുക്ക് ബൈബിളിൽ തിരുവചനം പഠിക്കുകയാണെങ്കിൽ 51-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? 51-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിക്കണം. പിന്നെ 10 മുതൽ 12 വരെ വായിക്കണം. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇനി 10, 11, 12 വാക്യങ്ങൾ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നോക്കുക, guilty mood will create the mental trouble. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റത്തെ കുറിച്ച് ആഴമായ ഒരു സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് ട്രബിൾ ചെയ്യുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദാവീദിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നമുക്കറിയാം, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആ ഷോക്ക് മുഖാന്തരം ദാവീദ് വളരെ മാനസിക സംഘർഷത്തിലാകുവാനിടയായി. ദാവീദ് പറയുകയാണ്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്നിട്ട് ദൈവത്തോടെ കരുണയ്ക്കായി യാചിക്കുകയാണ്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്റെ പാപങ്ങളെ കഴുകിക്കളയണമേ. 51-ാം സങ്കീർത്തനം ദാവീദ് ചെയ്തു പോയ തെറ്റിന്റെ മുമ്പിൽ അനുദപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെയാണ്. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന നോക്കുക, 5-ാം വാക്യം. 32-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുന്നു. ലംഘനങ്ങളെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. നോക്കുക, എങ്ങനാണ് എന്റെ മാനസിക സംഘർഷങ്ങൾ മാറുന്നത്? തെറ്റുമുഖാന്തരമുണ്ടായ വിഷയങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ വരുന്നത്? ദാവീദ് അതിനൊരു പരിഹാര മാർഗം കണ്ടുപിടിച്ചു. ഞാൻ എൻ്റെ ലംഘനങ്ങളെ ദൈവത്തോടെ ഏറ്റുപറയും. I will confess about my shortcomings. എന്റെ തെറ്റുകൾ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. അപ്പോൾ എനിക്കൊരു പരിഹാരം വരും. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 1-ാം അധ്യായം
അതിന് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നമുക്ക് വായിക്കാം. 1 John chapter 1. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മെ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ. ഇതിന് കുറ്റബോധം കൊണ്ടുള്ള മാനസിക പീഡനത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക. മനുഷ്യനോട് ചെയ്ത തെറ്റുകൾ മനുഷ്യനോടും, ദൈവത്തോട് ചെയ്ത തെറ്റ് ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, മാപ്പ് അല്ലെങ്കിൽ ക്ഷമ യാചിക്കുമ്പോൾ അതിന് ദൈവികമായിരിക്കുന്ന ഒരു സമാധാനം നമുക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായല്ലോ? നമ്മുടെ തെറ്റിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുക. ആ തെറ്റിൽ ഒരിക്കലും ദാവീദ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അത് ഏറ്റുപറഞ്ഞ് പരിഹാരം നേടുവാൻ ദാവീദ് ആഗ്രഹിച്ചു. പുതിയ നിയമവും അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കൗൺസിലിംഗ്, പേരൻസിന് കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 22:6 വായിക്കാമോ? സദൃശവാക്യങ്ങൾ 22:6. നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വായിച്ചാട്ടെ, കേട്ടില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ. ഇത് ആരോടുള്ള ആലോചനയാ? മാതാപിതാക്കളോടുള്ള ആലോചനയാ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എഫീസ് ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. എഫീസ് ലേഖനം 6:4. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ ക്രിസ്തുവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നോക്കണം, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. ചെറിയ കുഞ്ഞു മുതൽ പ്രായമായവർക്ക് വരെയും കോപമുണ്ട്. മനുഷ്യനാണോ? കോപമുണ്ട്. ആ കോപത്തിന് ഇടം കൊടുക്കല്ലേ. ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. നറിഷ്മെന്റ് ആൻഡ് അഡ്മോണിഷൻ. ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക. അതിന് പഥ്യോപദേശം വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശമൂവേൽ വളർന്നത് ഒരു വിക്കറ്റ് ജനറേഷനിലായിരുന്നു. ഒരു ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ. ശമൂവേലിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്, ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ദൈവികമായ വെളിപ്പാടിനും യാഗത്തിനും ശുശ്രൂഷകൾക്കും എല്ലാം തടസ്സങ്ങൾ നിൽക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ശമൂവേൽ വളർന്നു വരുന്നത്. പക്ഷേ ആ തലമുറയിലൊക്കെ ശമൂവേൽ വളർന്നിട്ടും ശമൂവേല് ഒരു പുരോഹിതനായി മാറി.
ശമൂവേൽ ഒരു പ്രവാചകനായി മാറി. ശമൂവേൽ ഒരു ന്യായാധിപനായിട്ട് മാറി. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരാളായിരുന്നു ശമൂവേൽ. ഏലിയുടെ മക്കളായ ഹുഫ്നിയും ഫിനെഹാസും അവർ ദോഷികളായിരുന്നു, ദൈവത്തെ ഓർക്കാത്തവരായിരുന്നു, അവർ യാഗത്തെ മലിനപ്പെടുത്തുന്നവരായിരുന്നു, പെട്ടകത്തെ നിസ്സാരമായി ഹാൻഡിൽ ചെയ്തവരായിരുന്നു. അങ്ങനെ ഒരു വിക്കറ്റ് ജനറേഷനായി ആ തലമുറയിൽ ശമൂവേൽ വളർന്നു വന്നപ്പോൾ ഒഫ്നിയുടെയോ ഫിനെഹാസിന്റെയോ ഒന്നും ഹാബിറ്റ് ശമൂവേലിൽ വന്നില്ല. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന പിമ്പിലുണ്ട്. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ. നമ്മുടെ പിന്നിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, വത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഈ വക്രതയുള്ള തലമുറയിൽ അവർ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാൽ അവൻ അത് വിട്ടുമാറുകയില്ല. ഞാനിങ്ങനൊരു സ്റ്റോറി ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു വിശ്വാസ ഭവനത്തിൽ സഹായം മുടക്കി എല്ലാവരും വീട്ടിലിരിക്കുക. ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ലാതെ ഒരു കുടുംബം വീട്ടിൽ സമയം ചെലവഴിക്കുക. ആ വീട്ടിലെ മകൻ ഒരു താല്പര്യം, പന്ത് കളിച്ചാൽ കൊള്ളാമെന്ന്. റോഡ് സൈഡിലാണ് ഇവരുടെ വീട്. മോൻ പതുക്കെ പന്തൊക്കെ എടുത്ത് മുറ്റത്തിട്ട് തട്ടാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ ഈ ഞായറാഴ്ച പന്തെടുത്ത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയ മറ്റുള്ളവർ കണ്ടാൽ എന്നോ പറയും, നീ കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിനക്ക് പന്ത് കളിക്കണമെങ്കിൽ വീടിന്റെ പുറകിൽ പോയി കളിച്ചോളാം. മനുഷ്യൻ കണ്ടാൽ സഹായം മുടക്കി വീട്ടിലിരിക്കുന്നത് ഒരു പാപമാണ്, തെറ്റായിട്ട് മനുഷ്യൻ ചിന്തിക്കുമെന്നുള്ള ചിന്ത ആ മാതാവിനെ ഭരിച്ചിട്ട് പറയുകയാണ്, നീ പന്തുമായി പുറകിൽ പോയി, വീടിന്റെ പുറകിൽ പോയി കളിച്ചു, ആരും കാണത്തില്ല. ദൈവം കാണുമെന്നും സഹായം മുടക്കിയത് തെറ്റാണെന്നുമുള്ള ചിന്ത ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുണ്ട്. അതിന് പകരം പന്തുകളി ഫ്രണ്ടിൽ വേണ്ട, വീടിന്റെ പുറകിൽ മതി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ മനുഷ്യനെ കാണിക്കാതെ തെറ്റുകൾ ചെയ്യാനുള്ള ചിന്തകൾ രഹസ്യപാപത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സ്തോത്രം. 1 ശമൂവേൽ 3:13 വായിക്കാമോ? 1 ശമൂവേൽ 3:13. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. വളരെ ഭയപ്പെട്ട് വായിക്കേണ്ട ഒരു വേദഭാഗമാണിത്. ഏലിയോട് യഹോവയായ ദൈവം പറയുകയാണ്, നിന്റെ മക്കളെ നീ ശാസിച്ച് അമർത്തായിക കൊണ്ട്. മാതാപിതാക്കൾ ശാസിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശാസിക്കണം. അവർ 1 മിനിറ്റ് മുഖം വീർപ്പിച്ചിരിക്കുന്ന ഇരിക്കട്ടെന്നേ.
അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അമർത്തായികയാൽ ഏലിയുടെ 2 പുത്രന്മാരും ഒരു ദിവസം കൊല്ലപ്പെട്ടത് അറിയാമല്ലോ. ആ വാർത്ത കേട്ടപ്പോൾ ഏലിയും ഇരുന്ന ചെയറ് പുറകോട്ട് വീണ് തന്റെ കഴുത്തൊടിഞ്ഞ് മരിച്ചു. എന്തോ വളരെ ഭയങ്കര ന്യായവിധിയാണ് അവിടെ വരുവാനിടയായത്. കാരണം ന്യായവിധി മുൻകൂട്ടി അറിഞ്ഞിട്ടും ഏലി അത് മക്കളോട് പറഞ്ഞില്ല, കുഞ്ഞെ നിങ്ങൾ ഈ യാഗം മലിനപ്പെടുത്തരുത്, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കരുത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഏലി ചെയ്തില്ല. തന്മൂലം ആ തലമുറകൾ നഷ്ടപ്പെട്ടു. ഒരു നല്ല മരണം ഏലിക്ക് കിട്ടിയില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നേരം കുറ്റബോധം കൊണ്ട് മാനസിക പീഡനം അനുഭവിക്കുന്നവർക്ക് തെറ്റുകൾ ഏറ്റു പറയാം. 2, കുട്ടികളുടെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. സ്തോത്രം. അടുത്തത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ മൂടി വെക്കരുത്. അവരുടെ എബിലിറ്റിയും ഇന്നബിലിറ്റിയും അവരുടെ ഷോർട്ട് കമ്മിങ്സും എല്ലാം മാതാപിതാക്കൾക്ക് അറിയാവുന്ന പോലെ അധ്യാപകർക്ക് അറിയണമെന്നില്ല. നിശ്ചയമായും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബലഹീനതകൾ അവിടെ അല്ല എന്താണോ അത് അവരെ ബോധ്യപ്പെടുത്തിയാൽ ഒന്നുകൂടെ മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകർക്ക് അവരെ നോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാതാപിതാക്കൾ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും, അയ്യോ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റാ, നല്ലതാ, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെയല്ല. പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്രോപ്പറായിട്ട് സ്കൂളിൽ പോകത്തില്ല, കോളേജിൽ പോവുകയില്ല, ക്ലാസ് കട്ട് ചെയ്യും. ഇന്ന് അതിന് പകരം പഠിക്കാനാണെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. കമ്പ്യൂട്ടറിൽ വലിയ ജ്ഞാനമില്ലാത്ത പേരൻസ് ഇങ്ങനെ മനസ്സുകൊണ്ട്, അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര പഠിത്തമാണ്, രാവിലെ മുതൽ കമ്പ്യൂട്ടറിന് മുമ്പില്ല, ഭയങ്കര പഠിത്തമാണെന്ന് ചിന്തിക്കും. ഒരു പഠിക്കുവാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഡ്രഗ്സിന് അടിമപ്പെടുന്നവര്, വേണ്ടാത്ത കൂട്ടുകെട്ടുകള്, ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഒരു ദൈവഭവനത്തിൽ ദൈവസാന്നിധ്യത്തിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ജീവിക്കുകയാണെങ്കിൽ അവർക്കത് ഒത്തിരി അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഹൊഫ്നിയുടെ കൂടെയും ഫിനെഹാസിന്റെ കൂടെയുമാണ് ശമൂവേൽ വളർന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നിടത്ത് എല്ലാവരും പെന്തക്കോസുകാരാണെന്ന് ധരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടത്തും വലത്തും ഇരുന്ന് പഠിക്കുന്നവരെല്ലാവരും വിശ്വാസികളാണെന്ന് ചിന്തിക്കല്ലേ. അവരൊക്കെ ലോക മനുഷ്യരാണ്. അല്ല, അതിന്റെ നടുവിൽ മുള്ളിനിടയിലെ ഒരു താമര പോലെ കുട്ടികൾ വളർന്നു വരുവാൻ മാതാപിതാക്കൾ നല്ല ട്രെയിനിങ് കൊടുക്കണം. യോസേപ്പിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ.
പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപത്തെ പാപമായി കണ്ട് ഈ മഹാദോഷം ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തവനായിരുന്നു യോസേഫ്. ദാനിയേലിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ. രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. അതാണ് തീരുമാനം. തിരുവചനം ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. വചന ഹൃദയത്തിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു പാപം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ വൈകല്യം മാതാപിതാക്കൾ അറിയണം. ഇന്നലെ വരെ ഇല്ലാത്തൊരു മാറ്റം, ഇന്നലെ വരെ ഇല്ലാത്തൊരു പുതിയ സംസാരം, ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രത്യേക ഇടപെടൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യം അറിയണം. ചെറിയ മോഷണം ചില കുഞ്ഞുങ്ങളിലുണ്ട്. അതിനെ നിസ്സാരമായി കാണില്ല. പഴയ കാലം, എൻ്റെ ഒരു അനുഭവം പറയാം, ശ്രദ്ധിച്ചാട്ട്. പഴയ കാലത്ത് വളരെ ഞെരുക്കമുള്ള സമയം, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ 3 പൈസയുടെ ഐസ് ഉണ്ട്, 5 പൈസയുടെ ഐസ് ഉണ്ട്, 10 പൈസയുടെ ഐസ് ഉണ്ട്. 10 പൈസയുടെ ഐസിന് ഈ സേമിയ ഐസ് എന്നൊക്കെയാ പറയും. നമുക്ക് 3 പൈസയുടെ 5 പൈസയുടെ ഒന്നും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അന്നേരം പിള്ളേരെല്ലാം പോയി ഐസ് വാങ്ങിക്കും, നമുക്ക് മാത്രം ഐസ് വാങ്ങിക്കാൻ പൈസ ഇല്ല. ഒരു ദിവസം തീരുമാനിച്ച് എന്തായാലും ഐസ് വാങ്ങിക്കണം. ആ ചെറിയ പ്രായത്തിലെ പ്രലോഭനമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അങ്ങനെ വീട്ടിലൊരു ആഞ്ഞിലി പപ്പ വിറ്റു. അന്നേരം അഡ്വാൻസ് ആയിട്ട് ഒരു 1 രൂപ പഴയ കാലത്ത് വാക്ക് പറഞ്ഞപ്പോൾ കൊടുത്തു. അത് ഞാൻ പതുക്കെ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു. അന്ന് കൊണ്ടുപോയി ഒരുപാട് ഐസ് വാങ്ങിച്ചു, കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. ഭയങ്കര സമാധാനമായി. ഇതെല്ലാം പൈസ തീർന്നു, ഐസും തീർന്നു കഴിഞ്ഞപ്പോ പിന്നെ പേടിയായി. എനിക്ക് തോന്നുന്നു 6-ലോ 5-ലോ 7-ലോ അങ്ങോട്ട് പഠിക്കുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി വീട്ടിലോട്ടല്ലേ ചെല്ലേണ്ടത്. വീട്ടിൽ ഭയങ്കര പേടിച്ച് വീട്ടിൽ വന്നപ്പോണ്ട് പപ്പ ഒരു വലിയ വടിയൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ കസാരയിൽ ആ തിണ്ണക്കിരിപ്പുണ്ട്. ആദ്യം ചോദിച്ചു പൈസ എടുത്തോന്ന് ചോദിച്ചു. സാധാരണ ആദ്യം എല്ലാരും ഇല്ലെന്നൊക്കെയല്ലേ പറയുന്നത്. ഞാനും ഇല്ലെന്നങ്ങ് പറഞ്ഞു. പക്ഷെ അടുത്ത ചോദ്യത്തിന് ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അന്ന് ശരിക്കും തല്ലി പപ്പ. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്നറിയാമോ? ഇച്ചിരി വേദനയൊക്കെ എടുത്തെങ്കിലും അന്ന് വഴി കിടന്ന് 1000 രൂപ കിടന്നാലും ഇടിക്കുകയില്ല. മനസ്സിലായോ? വഴി ഞാൻ ഇവിടെ നടന്നു പോകുമ്പോഴൊക്കെ എത്രയോ പൈസ ഇവിടെയൊക്കെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 1 രൂപ കോയിന്, 5 രൂപ അതൊക്കെ കിടന്നിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോകാറില്ല, എടുക്കത്തില്ല. അതേസമയം പോട്ട് പോനെ എന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം 1 രൂപ 2 രൂപ ഞാൻ എടുക്കും. എൻ്റെ ഒരു സ്നേഹിതൻ ജോൺസൺ, അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. ഞങ്ങൾ ഒരേ ക്ലാസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനാണ്. ഇദ്ദേഹം ഒരു മോനേ ഉള്ളു വീട്ടില്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ പെൺമക്കളാണ്. ഇദ്ദേഹം എപ്പോഴും അദ്ദേഹം ഇങ്ങനെ ബിസിനസ്സുകാരനായതുകൊണ്ട് പൈസ എപ്പോഴും ഉണ്ട്. അപ്പൊ എല്ലാ എണ്ണം തിട്ടപ്പെടുത്താനൊന്നും പറ്റത്തില്ല. എന്നാൽ ഇദ്ദേഹത്തിന് എപ്പോഴും പൈസയുണ്ട്. അന്നേരം ഇതേ ഈ പൈസ എടുത്ത് ഇങ്ങനെ
ചായക്കടയിൽ നിന്ന് ചായ കുടിക്കും, മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഞാൻ അന്നേരം ഇത് മോനെ അല്ല ജോൺസൺ എവിടുന്ന ഈ പൈസ ഒക്കെ കിട്ടുന്നത്? ഞാനൊരു പപ്പായുടെ പേഴ്സിൽ നിന്ന് ഞാൻ പപ്പ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ പൈസ ഒക്കെ കൊണ്ടുവരും, ഏതൊന്നും എണ്ണത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഞാന് ഈ പുള്ളി ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ സിഗരറ്റ് ഒക്കെ വലിക്കാൻ തുടങ്ങി. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം. ഞാൻ അദ്ദേഹത്തിന്റെ ഫാദറിനോട് പറഞ്ഞു, ജോൺസൺ ഇങ്ങനെ പൈസ ഒക്കെ എടുക്കുന്നുണ്ട് എന്നോ. ഞാൻ പറഞ്ഞത് പുള്ളി ഒട്ടും മുഖവിലേക്ക് എടുക്കാതെ പറയാണോ, എന്റെ പൈസയല്ലേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കണോ, അന്ന് അദ്ദേഹത്തെ ആ ജോൺസനെ ശാസിക്കുകയോ വിലക്കുകയോ ചെയ്യാഞ്ഞതിന്റെ പരിണത ഫലമായി പുള്ളി സ്നാനപ്പെട്ടെങ്കിലും ഭയങ്കര പിന്മാറ്റക്കാരനായിപ്പോയി. ഭയങ്കര മദ്യപാനിയായിരുന്നു. ഒമാനിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. വാസ്തവത്തിൽ പല നിലകളിൽ ദൈവസന്നിധിയിൽ തകർന്ന് തരിപ്പണമായി പോയി. മനസ്സിലായോ? പിന്മാറ്റക്കാരനായി മരിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അന്നേരം പെരുമാറ്റ വൈകല്യം, സ്വഭാവ ദൂഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് എന്ത് ചെയ്യണം? ആ മുളയിലേ അത് നുള്ളിക്കളയണം. മനസ്സിലായോ? സമയം വൈകി സ്കൂളിൽ ചെല്ലുക, സത്യം മറച്ചു വെക്കുക, മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊക്കെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായോ? ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പല കുഞ്ഞുങ്ങളും അപ്പനമ്മയെ കേൾക്കുകയല്ല, തന്തപ്പടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു തുറന്ന സത്യം പറയാം. ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഫാദറിനെ ഞാൻ എവിടെ സംബോധന ചെയ്താലും ഞങ്ങൾ പപ്പാന്നാണ് വിളിക്കുന്നത്. പപ്പാന്നല്ല, അത് വേറെ ഒരു പദം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഒന്നുകിൽ എൻ്റെ പിതാവ്, അല്ലെങ്കിൽ പപ്പ. അല്ല ഞങ്ങളുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് എന്നും, ഞങ്ങളുടെ വീട്ടിലെ കമത്തോടെന്നും, ഞങ്ങളുടെ വീട്ടിലെ തന്തപ്പടിയെന്നും ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉപയോഗിച്ച് പറയുന്ന പല ആളുകളുണ്ട്. അതൊന്നും ദൈവീകമല്ല. മനസ്സിലായോ? സ്തോത്രം. മറ്റുള്ള മുമ്പിൽ എന്തിനാണ് നമ്മളെ ജനിപ്പിച്ച പിതാവിന്റെ പേര് മാറ്റുന്നത്? ചില കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പനോ അമ്മയോ സ്കൂളിൽ വന്നാൽ അതെന്റെ അപ്പനാണല്ലേ എൻ്റെ അമ്മയാണെന്ന് പറയാൻ മടിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. കാരണം കാലത്തിനൊത്ത സൗന്ദര്യം ഇല്ലെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അന്നേരം കൂട്ടുകാരുടെ മുമ്പിൽ അതെന്റെ അപ്പനാണ് അല്ലെ എൻ്റെ അമ്മയാണെന്ന് പറയാൻ അവർ ലജ്ജിക്കുക. അപ്പനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും, ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ ഇന്നാണ് ഓർക്കുന്നുണ്ട്, 10 രൂപ പഴയ കാലത്ത് ഒരു വലിയ നിവൃത്തിയില്ല. അപ്പനെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ക്ലാസ് ഇരിക്കാൻ പറ്റുകയില്ല. ചെങ്ങന്നൂർ മാർക്കറ്റിൽ നിന്ന് ഒരാൾക്ക് 10 രൂപ കൊടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പനാന്ന് പറഞ്ഞ് വിളിച്ചു ക്ലാസ്സിൽ കൊണ്ടുവന്നു. അങ്ങനൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമുണ്ട്. മാതാപിതാക്കൾ സ്കൂളിൽ വരാൻ പഴയ കാലത്ത് പിള്ളേർ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. 2 ശമൂവേൽ 15-ാം അധ്യായം എടുത്ത് 2 ശമൂവേൽ 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 15-ന്റെ 1 മുതൽ 6 വരെ. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും
തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശലോം അതികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികിൽ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ നിന്ന് ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്. എങ്കിലും നിന്റെ കാര്യം കേൾക്കുവാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ആ വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർക്കുവാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപതിയാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അബ്ശലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിക്കുവാൻ അടുത്ത് ചെന്നാൽ അവനെ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശലോം ഇസ്രായേലിന്റെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. അങ്ങനെ അബ്ശലോം ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം ദാവീദിൽ നിന്ന് മാറ്റി വശീകരിച്ചെടുത്തു. ദാവീദിന്റെ സ്വന്തം മകനാണ് അബ്ശലോം. അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. പ്രൈഡ് ആൻഡ് ബിറ്റർനെസ് ടുവാർഡ്സ് ഹിസ് ഫാദർ. തന്റെ പിതാവിനോട് അഹങ്കാരത്തോടെയും കയ്പോടെയും അബ്ശലോം പെരുമാറി. അതിന്റെ റിസൾട്ടോട് നിങ്ങൾക്ക് അറിയണമല്ലോ. വാട്ട് ഹാപ്പൻഡ് അബ്ശലോം? 2 ശമൂവേൽ 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചു. അബ്ശലോം കോവർ കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ തലമുടി കരുവേലകത്തിൽ കുരുങ്ങുകയും കോവർ കഴുത തന്റെ കാലിന് കീഴിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവസാനം അബ്ശലോം കൊല ചെയ്യപ്പെടുവാനിടയായി. സദൃശവാക്യങ്ങൾ 30:17 വായിക്കാം. സദൃശവാക്യങ്ങൾ 30:17. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്ത് കാക്ക കൊത്തിപ്പറിക്കുകയും പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. മതി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ നിങ്ങൾ കരുതണം, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം പേരൻസിന് ഉണ്ടാകുകയില്ല, നിങ്ങളുടെ അത്രയും ഈ കാലത്തെ ജ്ഞാനം ചിലപ്പോൾ അവർക്ക് കാണത്തില്ല. പക്ഷെ അപ്പൻ അപ്പനും അമ്മ അമ്മയുമാണ്. അല്ലാതെ അപ്പൻ എന്നെ അറിയാം, അമ്മയ്ക്ക് എന്നെ അറിയാം, എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഒറ്റ മിഷനായിട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുകയില്ല. അറിവും ജ്ഞാനവും പണവും ഉപകരിക്കാൻ കഴിയാതെ വരും. മനസ്സിലായോ? എൻ്റെ അമ്മയ്ക്ക് 84 വയസ്സുണ്ട്. എൻ്റെ പെങ്ങളിനകത്ത് കയറിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കും. ഞാനും വിളിക്കും, സെലിനും വിളിക്കും. എന്നെക്കാൾ കൂടുതൽ എന്നെ ഓർപ്പിച്ച് വിളിക്കുന്നത് സെലിന. ചില തിരക്കിടയ്ക്ക് ചിലപ്പോൾ അങ്ങ് വിട്ടുപോയെങ്കിൽ എങ്കിലും ദിവസവും ഒരു പ്രാവശ്യം അമ്മയോട് സംസാരിച്ചിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ടെങ്കിലും മാതാപിതാക്കളുമായിട്ട് വിദേശത്തുള്ളവര് വിളിക്കുകയും കരുതുകയും നോക്കുകയും ഒക്കെ ചെയ്ത് നല്ലതാണ്. നാട്ടിൽ അകലെ താമസിക്കുന്നവരത് ചെയ്താൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത്
പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാം വിശദമായിട്ടല്ല, ചില അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുകയാണ്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും മതിമോളെ, ആകാശത്തിലെ മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ദൈവമാണ്. ആരാണ്? ദൈവമാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ. ആരെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് യഹോവയായ ദൈവം പറയുന്നത്? തക്ക തുണ. തുണ തരുന്നത് ദൈവമാണ്. ഈ തക്ക തുണ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. വിദ്യാഭ്യാസം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഹെൽത്ത്, സ്പിരിച്വാലിറ്റി, ഏജ്, ഇതെല്ലാം തക്കതായ എന്ന പദത്തിനകത്ത് വരും. തിരുവചനം നമ്മൾ പഠിച്ചാൽ ലവ് മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം തിരുവചനത്തിലില്ല. ഇന്ന് പലയിടങ്ങളിലും അപ്പനും അമ്മയും കാണുകയും ആലോചിക്കുകയും ഒന്നും ചെയ്യുന്നതിന് മുമ്പ് പിള്ളേർ തന്നെ അവരുടെ ഇണയാണോ തുണയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, അവർ തന്നെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അപ്പനും അമ്മയും നടത്തി കൊടുക്കുക. പക്ഷെ ഞാനൊരു കാര്യം, 99% ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയാണ്. ലവ് മാരേജിനെ കുറിച്ചൊരു സ്റ്റഡി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തി. 99% ലവ് മാരേജ് ഫെയിലർ ആയി പോയിട്ടുണ്ട്. നമുക്കറിയാം, അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക് വിവാഹപ്രായമായപ്പോൾ, നിങ്ങൾ സമയം പോലെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം വായിച്ചാൽ മതി. തന്റെ കാര്യസ്ഥനായ എലയാസറിനോട് അബ്രഹാം പറയുന്നത്, നീ എൻ്റെ മകന് ഒരു കന്യകയെ കണ്ടുപിടിക്കണം. അങ്ങനെ എലയാസറാണ് റെബേക്കയെ കണ്ടുപിടിച്ച് ഇസ്ഹാക്കിന് കൊടുക്കുന്നത്. എത്ര അറേഞ്ച്ഡാണ് കാര്യങ്ങൾ നോക്കണം. എലയാസർ കണ്ടുപിടിച്ച് എലയാസർ ഇസ്ഹാക്കിന് കൊണ്ടുകൊടുത്ത ആ റെബേക്ക എനിക്ക് പറ്റിയല്ല, വേണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ നിയോഗം അവിടെ ഉണ്ടായിരുന്നു. അതാണ് അതിനകത്ത് വിഷയം. നമുക്ക് കാന്തനായ ഒരു കർത്താവുണ്ട്. നാം മണവാട്ടി സഭയുടെ അംഗമാണ്. സ്തോത്രം. നാം നല്ല ഇസ്ഹാക്കാകുന്ന കർത്താവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടേണ്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 2 കൊരിന്ത്യർ 6:14, ഒരു വിശ്വാസിക്ക് ഒരു അവിശ്വാസിയുമായി പിണ കൂടാൻ പാടില്ല, അവിശ്വാസിയുമായി വിവാഹബന്ധം പാടില്ലെന്ന് ദൈവം കർശനമായി പറഞ്ഞിരിക്കുന്നു. ഒരു വിശ്വാസി
അവിശ്വാസിയെ വിവാഹം കഴിക്കരുത്. കാരണം അവരെയും കൂടെ നേടാം, അതുകൊണ്ട് കല്യാണം കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചാൽ നിങ്ങൾ രണ്ടുപേരും പിന്മാറ്റത്തിൽ പോവുകയല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ എറണാകുളത്തിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഞങ്ങളുടെ ചർച്ചിൽ വളരെ ആത്മാർത്ഥമായി വന്നു, സ്നാനപ്പെടാനൊക്കെ തീരുമാനമെടുത്തു. ആ സമയത്ത് വീട്ടുകാർ ഇടപെട്ട് തന്നെ സമുദായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു. അതിനു മുമ്പ് ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ആൻറ്റി, ഞാൻ വിവാഹം കഴിച്ചാലും അവളെ കൂട്ടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞു. ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. വ്യവസ്ഥയാ. ഒരു വിശ്വാസി അവിശ്വാസിയുമായി ഇണയില്ലാപ്പണ കൂടരുത്. സ്തോത്രം. ആദമിനെയും ഹവ്വയും തമ്മിൽ യോജിപ്പിച്ചത് ദൈവമല്ലേ? ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അന്നേരം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം, വിവാഹം എന്നത് ദൈവത്തിന്റെ സ്ഥാപനമാണ്. വിവാഹം കഴിക്കുന്ന ആൾക്ക് തക്ക തുണയാണ് ലഭിക്കേണ്ടത്. ദൈവവചനം അറേഞ്ച്ഡ് മാരേജിനാണ് തുണ നിൽക്കുന്നത്. വിവാഹം കഴിക്കുന്ന വ്യക്തി അവിശ്വാസിയുമായിട്ട് ഒരു കാരണവശാലും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആദമിനെയും ഹവ്വയെയും യോജിപ്പിച്ചത് ദൈവമാണ്. ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെ. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, മതി. അന്നേരം വിവാഹത്തിൽ ഭാര്യയെ ഭർത്താവിനെ യോജിപ്പിക്കുന്ന ദൈവം. അന്നേരം ദൈവത്തിന്റെ ഇടപെടൽ നോക്കിക്കേ. നമ്മുടെ വിവാഹമൊക്കെ ദൈവത്താൽ ആസ്വദിക്കപ്പെടാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി കാനാവിലെ കല്യാണത്തിലാണെങ്കിലും യേശു തമ്പുരാൻ അവിടെ കടന്നു വന്നു, ആ വിവാഹത്തെ അനുഗ്രഹിച്ചു. അവിടുത്തെ പോരായ്മകൾ നികത്തുവാനിടയായി. നമ്മുടെ കുടുംബജീവിതത്തിലെ പോരായ്മകൾ നികത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കണം. എബ്രായലേഖനം 13-4 വായിക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കണം, വിവാഹത്തെ മാന്യമായി കാണണം. വിവാഹത്തെ മാന്യമായി കാണാത്ത പല ആളുകളുണ്ട്. പക്ഷെ വചനം പറയുന്നു, സ്തോത്രം, വിവാഹം എല്ലാവർക്കും മാന്യം. രാജാവിനും മന്ത്രിക്കും ഉയർന്നവനും താണവനും ഏത് ദേശക്കാർക്കും ഭാഷക്കാർക്കും എല്ലാം വിവാഹം മാന്യമാണ്. തിരുവചനം പഠിക്കുമ്പോൾ മാതൃകാപരമായ 3, ഒരുപാട് പേരുണ്ട്, എല്ലാം എടുക്കുന്നില്ല, 3 കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 29-20 ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 29-20. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. യാക്കോബും റാഹേലും സ്നേഹത്തിൽ അവർ മാതൃകയുള്ളവരായിരുന്നു. അവരെ മാതൃകാ ദമ്പതികളായിരുന്നു സ്നേഹത്തിൽ. യേശുവിന്റെ അമ്മയായ മറിയയും യോസെഫിനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, നിങ്ങൾ സമയം പോലെ മത്തായിയുടെ സുവിശേഷം 2-ഉം ലൂക്കോസിന്റെ സുവിശേഷം 2-ഉം ഒക്കെ വായിക്കുക. ഇപ്പൊ വായിപ്പിക്കാൻ സമയമില്ല. അവർ ഉത്തമ മാതാപിതാക്കളായിരുന്നു.
യോസേപ്പും മറിയയും അവർ ഉത്തമ മാതാപിതാക്കളായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 18:2 അപ്പോസ്തല പ്രവൃത്തി 18:26 ഒന്ന് വായിക്കാം. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ഈ ഇടയ്ക്ക് വന്നവനായ പൊന്തോസ്കാരൻ അക്കിലാസും എന്ന പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അക്കില്ലാവും പ്രിസ്കില്ലയും. ഇനി 26 വാക്യം. അലക്സാന്ദ്രക്കാരനായ വാഗ്വവും തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അക്കില്ലാസും പ്രിസ്കില്ലയും അപ്പൊല്ലോസിന് വേണ്ട മാർഗനിർദ്ദേശം കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ തക്കോണമിടയായിത്തീരും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ വേലയിൽ മാതൃകാ കുടുംബമായിരുന്നു അക്കില്ലാവും പ്രിസ്കില്ലയും. 3 കുടുംബങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി. 1 യാക്കോബും റാഹേലും, 2 യോസേപ്പും മറിയയും, 3 അക്കില്ലാവും പ്രിസ്കില്ലയും. സ്നേഹത്തിലും മാതൃകയിലും ദൈവവേലയിലും വർദ്ധിച്ചു വരുവാനാണ് ഓരോ കുടുംബത്തോടും ദൈവത്തിന് ആലോചനയായിട്ട് പറയാനുള്ളത്. മനസ്സിലായോ? അടുത്തത് കുടുംബപരമായ കൗൺസിലിംഗ്. അതോടെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് നിർത്താം. സ്തോത്രം. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ വീട്ടിൽ വേണ്ട പലരും കാണുവാൻ ഇടയായിത്തീരും. പക്ഷെ എല്ലാ കാര്യങ്ങളും, അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം. ചില ചിന്ത കുഞ്ഞുങ്ങളൊന്നും അറിയല്ലേ. കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ചു നാളിന് മുമ്പ് ഒരാൾ, കുഞ്ഞെ നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? ആ മോൻ അറിയത്തില്ല. 18 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു ചെറുക്കനെ, അവന്റെ പ്രോപ്പർട്ടി എത്ര ഉണ്ടെന്ന് അവൻ അറിയത്തില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ താമസിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും അവരുടെ അപ്പന്റെ സ്ഥലം എവിടാ, അമ്മയുടെ സ്ഥലം എവിടാന്ന് അവർക്ക് അറിയത്തില്ല. വിദേശത്തൊക്കെ പറയുന്നത് എൻ്റെ വീട് ഇന്ത്യയിലാന്ന് പറയും, മാക്സിമം കേരളത്തിലാണെന്ന് പറയും. അതിനപ്പുറത്തോട്ട് അറിയത്തില്ല. അതൊക്കെ മാതാപിതാക്കളാണ് അതിന്റെ കാരണക്കാർ. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇന്നൊന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ കുടുംബമായി US പോകാൻ വേണ്ടി എംബസി ചെന്നപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന അദ്ദേഹം അവരുടെ കൂടെ നിൽക്കുന്ന മകളോട് ചോദിച്ചു. മകളൊരു 18 വയസ്സ് കാണും, 17-18 വയസ്സുണ്ടെന്ന്. എന്നാണ് നിങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചിന്റെ മറുപടി, അത് പപ്പയ്ക്കേ അറിയത്തുള്ളൂ. ആ ഒറ്റ കാരണത്താൽ വിസ നിഷേധിച്ചു. ഹെൽത്തി ഫാമിലി അല്ല എന്ന് പറഞ്ഞ് വിസ നിഷേധിച്ചു. ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്താൽ പോകുന്നവരെല്ലാം ഡേറ്റ് അറിയണം. അത് മനസ്സിലായോ? അന്നേരം അറിയേണ്ട കാര്യങ്ങൾ എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കണം. നൂറ്റി 128-ാം സങ്കീർത്തനം
അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. എം പി ചാക്കോസ് സാറ് മുൻ ചർച്ച് കോഡിന്റെ ഓവർസിയർ ആയിരുന്ന, ഇപ്പോൾ കർത്താവിന്റെ സന്നിധി വിശ്രമിക്കുന്ന യുവാസിനെ ഞാനൊക്കെ ഒത്തിരി അടുപ്പമായിരുന്നു. അന്നേരം അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ചില വിവാഹ വേദികളിലൊക്കെ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ, സ്തോത്രം, നീ വീട്ടിനകത്ത് മുന്തിരിവള്ളി തന്നെ ആയിരിക്കണം, മത്ത പോലാകല്ലെന്ന് പറയാറുണ്ട്. എന്താണ് മത്തയുടെ പ്രത്യേകത? ചുവട് ഉടമസ്ഥന്റെ വീട്ടിലാണെങ്കിലും ഇതിങ്ങനെ വള്ളി പടർന്നു പോയാൽ ചിലപ്പം അയൽവക്കത്തെ വീട്ടിലൊക്കെ കായ്ക്കാൻ സാധ്യതയുണ്ട്. ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കണം ഭാര്യ വീട്ടിനകത്ത്. മേശയ്ക്ക് ചുറ്റും ഒലൂതൈകൾ പോലെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ ഇൻകം കുഞ്ഞുങ്ങൾ അറിയണം. ഭർത്താവിന്റെ ഇൻകം ഭാര്യ അറിയണം. ഭാര്യയുടെ ഇൻകം ഭർത്താവ് അറിയണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഫൈനാൻസ് മാനേജ്മെന്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 1 രൂപയോ 2 രൂപയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യമായി ഒരു എമൗണ്ട് ചെലവഴിക്കേണ്ട സ്ഥാനത്ത് ഭാര്യയും ഭർത്താവും അത് ഡിസ്കസ് ചെയ്യണം. കുഞ്ഞുങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണെങ്കിൽ അവരെ അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം അതിനകത്ത് ഒരു സജഷൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പറയാൻ കാണും. ഒരു സജഷൻ ഭർത്താവിന് ചിലപ്പോൾ പറയാൻ കാണും, അല്ലെ ഭാര്യയ്ക്ക് പറയാൻ കാണും. ഇൻകം അറിയണം. ഇൻകം അറിഞ്ഞില്ലെങ്കിൽ, ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ ഇൻകം അറിഞ്ഞില്ലെങ്കിൽ ഷോപ്പിംഗ് സെന്ററിലൊക്കെ കയറിയാൽ കാണുന്നതെല്ലാം വാങ്ങിക്കണമെന്ന് തോന്നും. ആര് കൊടുക്കും? മനസ്സിലായോ? അതുകൊണ്ട് പരസ്പര ധാരണ എപ്പോഴും അത്യാവശ്യമാണ്. ഇനി കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലൂടെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. മാതാപിതാക്കളുടെ എല്ലാം വിദ്യാഭ്യാസവും കഴിവും ഒക്കെ മാതാപിതാക്കൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? നിങ്ങൾ എത്ര വരെ പഠിച്ചു, ഏതെല്ലാം വിഷയത്തിന് ജയിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ 100% മാർക്ക് വാങ്ങിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനുവേണ്ടി അവരെ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കണം, അതിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ എല്ലാത്തിനും A+ കിട്ടിയില്ല എന്ന കാരണത്താൽ നിങ്ങൾ അവരെ വഴക്ക് പറയുകയും തല്ലുകയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അവര്. മനസ്സിലായോ? ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വിഷയത്തിന് നിങ്ങളൊക്കെ തോറ്റിട്ടുണ്ട്? ടെൻത്തിൽ എത്ര മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? PDCക്ക് എത്ര മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളിൽ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ പ്രാപ്തിക്ക് അപ്പുറത്ത് നമ്മൾ അവരെ പ്രലോഭിപ്പിക്കരുത്. മനസ്സിലായോ? 1 മാർക്ക് കുറഞ്ഞാലും 2 മാർക്ക് കുറഞ്ഞാലും അവരുടെ ഭാവി കരുതാൻ ദൈവത്തിന് കഴിയും. അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടാന്നൊന്നുമല്ല. അവർ നന്നായി പഠിക്കണം, എല്ലാ സാഹചര്യങ്ങളും വിനിയോഗിക്കണം. മനസ്സിലായോ?
ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇനി അടുത്തതായിട്ട് സ്തോത്രം, രോഗികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. 41-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. 41-ന്റെ 1 മുതൽ 3 വരെ. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്താൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി. 41-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി പിരിക്കുന്നു. ആമേൻ. മതി. അന്നേരം രോഗികൾക്ക് നല്ല വൈദ്യനാണ് നമ്മുടെ ദൈവം. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മള് എളിയവരോട് സഹതാപം തോന്നിയാൽ അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മെ വിടുവിക്കും. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. എല്ലാ കാലവും നിനക്ക് രോഗം ദൈവം തരത്തില്ല. രോഗം വന്നാൽ താങ്ങാൻ ദൈവമുണ്ട്. ദീനത്തിൽ കിടക്ക മാറ്റാൻ ദൈവത്തിന് കഴിയും. 103-ാം സങ്കീർത്തനം പറയുമ്പോൾ അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 16 വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരുവന് വേണ്ടി തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദീനക്കാരനെ വിടുവിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഒരിക്കലും അവർ അടുത്ത് ചെന്ന് നിങ്ങൾ പറയല്ലേ നിങ്ങളുടെ രോഗം സൗഖ്യമാകുകയില്ല എന്നൊന്നും പറയല്ലേ. കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നും വിടുവിക്കുമെന്നും പറയണം. മരിച്ച് 4 ദിവസം ആയി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമല്ലേ നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈവൻ മരിക്കത്തക്ക രോഗമാണെങ്കിലും മരിക്കുമെന്നറിയാമെങ്കിലും പ്രത്യാശയുടെയും വിടുതലിന്റെയും വാക്കുകളല്ലാതെ ഒരു വാക്കും നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെടരുത്. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ഏലിയാവ് ചൂരത്തിന്റെ തണലിൽ ഏകനായി മരിപ്പാൻ ആഗ്രഹിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ഏകനായി നാടുകടത്തപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. അവിടൊക്കെ ദൈവം ഏലിയാവിനെ സന്ദർശിക്കുന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാനെ സന്ദർശിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞല്ലോ, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അവർ തനിയല്ല, ദൈവം അവരുടെ കൂടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. സ്തോത്രം. ഇനി 2 കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് നിർത്തുക. വാർദ്ധക്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. അവരെ നമുക്ക് കൗൺസിൽ ചെയ്യാം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 ഘട്ടങ്ങളിലും ദൈവമാണ് കൂടെയുള്ളത്. സ്തോത്രം. നരയ്ക്കുവോളം ചുമക്കാമെന്ന് അറിയിച്ച ദൈവമാണ്. യെശയ്യാപ്രവചനം 44:4. നമുക്ക് അത് വായിച്ചു നിർത്താം. യെശയ്യാ 44:4. അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കഴിയുകയുള്ള അലരികൾ പോലെ മുളച്ചു വരും. യെശയ്യാപ്രവചനം 44:4. അതന്നെ ആണോ? അവൻ പുല്ലിന്റെ ഇടയിൽ. അതന്നെ. ഓക്കെ. സോറി. സദൃശവാക്യങ്ങൾ 16:31. സദൃശവാക്യങ്ങൾ 16:31. സദൃശവാക്യങ്ങൾ 16:31. നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. മതി. സ്തോത്രം. അന്നേരം നമ്മുടെ തല നരയ്ക്കുന്നത് അറിയുന്നൊരു ദൈവം.
നമ്മുടെ തലയിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അറിയുന്ന ദൈവം, നമ്മുടെ പ്രായം അറിയുന്നതായ ഒരു ദൈവം. സ്തോത്രം. ആ ദൈവം അറിയാതെ നമ്മുടെ വാർദ്ധക്യ സഹജമായ ഒരു രോഗം വരുന്നില്ല. ആർക്കെങ്കിലും വാർദ്ധക്യ സഹജമായ ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം നിശ്ചയമായിട്ടും ആ വാക്യം വായിച്ച മോളെ. നിങ്ങളുടെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കും, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എത്രാം വാക്യം അത്? 46:4. 46 ഞാൻ 46:4. ഓക്കെ, ഒന്നുകൂടെ വാക്യം വായിച്ച്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അന്യൻ തന്നെ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ആമേൻ. ഇതെല്ലാം ഒരു അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. സ്തോത്രം. നേരം പ്രായമുള്ളവരാരും അനാഥരല്ല, ഏകരല്ല. ദൈവം നിങ്ങളെ ചുമക്കാനുണ്ട്, ദൈവം നിങ്ങളെ താങ്ങാനുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച ഓർഡിനേഷനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ആൻസിൻ മോൻ അക്സമോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം ജോയ് പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ആസ്വാദം പറയും. എന്നിട്ട് നമുക്ക് പിരിയാം. Praise the Lord.